വെൽക്കം ടു ദ നെക്സ്റ്റ് സെഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് റിയൽ വെക്ടർ സ്പേസ് ഓർ ഇൻ പർട്ടിക്കുലർ വെക്ടർ സ്പേസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് കണ്ടു. അതിൽ നമ്മൾ സ്കെയിലാർസ് എടുക്കുന്നവരെല്ലാം റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ അതിനെ റിയൽ വെക്ടർ സ്പേസ് എന്ന് വിളിക്കും എന്നറിഞ്ഞു. ദെൻ ചില എക്സാമ്പിൾസും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. ഇന്നത്തെ ക്ലാസ്സിൽ റിയൽ വെക്ടർ സ്പേസസിൻ്റെ ഇനിയും എക്സാമ്പിൾസാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ആദ്യത്തെ എക്സാമ്പിൾ എന്താ നോക്കാം. ദ വെക്ടർ സ്പേസ് ഓഫ് ഇൻഫിനിറ്റ് സീക്വൻസസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് ഇറ്റ് വിൽ ബി ഡിനോട്ടഡ് ബൈ ആർ ഇൻഫിനിറ്റി. സോ ഇൻഫിനിറ്റ് സീക്വൻസസ് എന്താണ് എന്ന് നമുക്കറിയാം. ഇൻഫിനിറ്റ് സീക്വൻസസിൻ്റെ കളക്ഷൻ. വി ആർ ടേക്കിംഗ് ഓൾ ദ ഇൻഫിനിറ്റ് സീക്വൻസസ് ഹൂസ് എൻട്രീസ് ആർ ഫ്രം റിയൽ നമ്പേഴ്സ്. സോ A1, A2, A3 എക്സെട്ര വേർ A1, A2, A3 ഇവരെല്ലാം റിയൽ നമ്പേഴ്സാണ്. അങ്ങനെയുള്ള സീക്വൻസുകളുടെ എല്ലാത്തിൻ്റെയും കൂടി കളക്ഷനാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള നോൺ എംപ്റ്റി സെറ്റ് വി എന്ന് പറയുന്ന സെറ്റ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ സെറ്റ് മാത്രം കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. വി ഷുഡ് നോ ഹൗ വെക്റ്റർ അഡീഷൻ ഇസ് ഡിഫൈൻഡ് ആൻഡ് ഹൗ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഇസ് ഡിഫൈൻഡ്. സോ let V consist of objects of the form vector u equal to u1, u2, etc., un, etc., in which u1 sequence u1, u2, etc., un, etc. is an infinite sequence of real numbers. So every ui is a real number. Now we define two infinite sequences to be equal if their corresponding components are equal. ഇതും നിങ്ങൾക്കറിയുന്ന കാര്യമാണ്. രണ്ട് സീക്വൻസസ് ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ രണ്ട് സീക്വൻസിൻ്റെയും ഫസ്റ്റ് പൊസിഷനിൽ ഒരേ ആൾക്കാരായിരിക്കണം, സെക്കൻഡ് പൊസിഷനിൽ ഒരേ ആൾക്കാരായിരിക്കണം, തേർഡ് പൊസിഷനിൽ ഒരേ ആൾക്കാരായിരിക്കണം, ആൻഡ് സോ ഓൺ. ആൻഡ് വി ഡിഫൈൻ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ കമ്പോണൻറ്റ് വൈസ്. എന്ന് വെച്ചാൽ ഇപ്പോൾ യുവും വിയും രണ്ട് ഇൻഫിനിറ്റ് സീക്വൻസസ് ആണെന്ന് കരുതുക. സപ്പോസ് യു ഇസ് ഈക്വൽ ടു വെക്റ്റർ യു ഇസ് ഈക്വൽ ടു u1, u2, എക്സെട്ര, un, എക്സെട്ര, ആൻഡ് വെക്റ്റർ വി ഇസ് ഈക്വൽ ടു v1, v2, എക്സെട്ര, vn, എക്സെട്ര. ഡിഫൈൻ ദെയർ സം ആസ് u1 പ്ലസ് v1, u2 പ്ലസ് v2, എക്സെട്ര, un പ്ലസ് vn, എക്സെട്ര. സോ നമുക്കിവിടെ കാണാം ഐ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ ആണെന്ന് വിചാരിക്കുക. യുഐയും ഒരു റിയൽ നമ്പറാണ്, വി ഐയും ഒരു റിയൽ നമ്പറാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം യു ഐ പ്ലസ് വി ഐ ഈസ് അനദർ റിയൽ നമ്പർ. സോ ദിസ് ഈസ് എ റിയൽ നമ്പർ. u2 പ്ലസ് v2 ഈസ് എ റിയൽ നമ്പർ ആൻഡ് സോ ഓൺ. ഇൻ ജനറൽ വി ക്യാൻ സേ ദാറ്റ് un പ്ലസ് vn ഈസ് എ റിയൽ നമ്പർ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ദിസ് ഈസ് അനദർ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. സോ യുവും വിയും ക്യാപിറ്റൽ വിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓർ ആർ ഇൻഫിനിറ്റിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ സമ്മും നമ്മൾ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സം പ്രകാരം ഉള്ള സമ്മും ആർ ഇൻഫിനിറ്റിയിൽ തന്നെയുണ്ട്. സോ ആക്സിയം 1 ഇസ് സാറ്റിസ്ഫൈഡ്. ഓൾസോ നമുക്ക് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്കെയിലാർ കെ ടൈംസ് വെക്റ്റർ യു ഇസ് ഈക്വൽ ടു k times u1, u2, etc., un, etc., which is defined as ku1, ku2, etc., kun, etc. So ഇവിടെയും നമുക്കറിയാം k ഒരു റിയൽ നമ്പർ ആണ്, ui is another real number. So this implies kui is a real number. So ku1 is a real number, ku2 is a real number, etc., kun is a real number, and so on. Therefore ഈ k ടൈംസ് വെക്റ്റർ യുവും ആർ ഇൻഫിനിറ്റിയിലെ ഒരു മെമ്പറാണ്. സോ ആക്സിയം 6 ഈസ് വെരിഫൈഡ്. സോ ഫ്രം ദ ഡെഫിനിഷൻ ഇറ്റ് സെൽഫ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. യു പ്ലസ് വിയും കെ യുവും വിയിലുള്ളവരാണ്. സോ വി ഹാവ് ആക്സിയം 1 and 6. അടുത്തതായിട്ട് നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് നോക്കണം. യു പ്ലസ് വി നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ദിസ് ഇസ് സെയിം ആസ് സീക്വൻസ് un പ്ലസ് vn വേർ n വാരീസ് ഫ്രം 1 to infinity. ഇതിൽ un-ഉം vn-ഉം രണ്ട് റിയൽ നമ്പേഴ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റിയൽ നമ്പേഴ്സിൻ്റെ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്നറിയാം. സോ നമുക്കിതിനെ vn
plus un എന്നും എഴുതാം as n varies from 1 to infinity, and this is nothing but vector v plus vector u. ഇതുപോലെ തന്നെ റിയൽ നമ്പേഴ്സിൻ്റെ അഡീഷൻ അസോസിയേറ്റീവ് ആണ്, അതുകൊണ്ട് നമുക്ക് ആർ ഇൻഫിനിറ്റിയിലുള്ള അഡീഷനും അസോസിയേറ്റീവ് ആണ് എന്ന് കിട്ടും. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ട കാര്യം, സോ ഇപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തത് ആക്സിയം 1 6, ഇപ്പോൾ നമുക്ക് കിട്ടി ആക്സിയം 2 3. ഇനി ആക്സിയം 4 ആണ് നമ്മൾ നോക്കാൻ പോണത്. ആക്സിയം 4 ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആക്സിയം 4ൽ നമ്മൾ പറയുന്നത് ഇതാണ്, ദർ ഈസ് സം സീറോ വെക്റ്റർ such that vector u plus vector 0 equal to vector 0 plus vector u is equal to vector u for all vector u element of R infinity. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. സോ ആരായിരിക്കും ഇവിടെ ഐഡൻറ്റിറ്റി ആയിട്ട് വെക്റ്റർ യു ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാം? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കോൺസ്റ്റൻറ്റ് സീക്വൻസ് 0. സോ ഇവിടെ നമ്മൾ വെക്റ്റർ 0 എന്ന് ഡിനോട്ട് ചെയ്യുന്നത് സീക്വൻസ് 0 0 എക്സെട്ര 0 എക്സെട്ര. ദിസ് വിൽ സെർവ് ആസ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി. എളുപ്പമാണ്. un plus 0 will be 0 for every n element of natural numbers. So നമുക്ക് vector u plus vector 0 will be vector u itself. Similarly vector 0 plus vector uവും നമുക്ക് vector u തന്നെ ആയിരിക്കും. So axiom 4 is ready here. അടുത്തതായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ആക്സിയം 5 ആണ് നമ്മൾ നോക്കാൻ പോണത്. ആക്സിയം 5ൽ എന്താ ഉള്ളത്? If vector u is in R infinity, there exists some minus vector u in R infinity such that u plus minus u is equal to vector 0. So suppose u is equal to u1 u2 etc. un. ഇത് R infinity, അതായത് നമ്മുടെ വെക്ടർ സ്പേസ് വിയിലുള്ളതാണെന്ന് കരുതുക. That means each ui is a real number. If ui is a real number, minus ui is also a real number. Okay, so minus u1 minus u2 etc. minus un എന്ന് പറയുന്നത്, this is also a sequence of real numbers, means this sequence is in R infinity. ഈ സീക്വൻസിനെയാണ് നമ്മളിവിടെ മൈനസ് u എന്ന് വിളിക്കുന്നത്. And we can verify that u plus minus u equal to minus u plus u is equal to vector 0 here. So ആക്സിയം 5 റെഡിയാണ്. ആക്സിയം 6 ഓൾറെഡി നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ബാക്കി ആക്സിയംസ് ആണ്. അതിന് ഡിസ്ട്രിബ്യൂട്ടിവിറ്റിയാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോണത്. ഇവിടെ k ടൈംസ് u പ്ലസ് വി ഈക്വൽ ടു കെ യു പ്ലസ് കെ വി എന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇനഫ് ടു ഷോ ദാറ്റ് ദിസ് k ഈസ് സ്കെയിലാർ. ഇത് വെക്റ്റർ അല്ല, അറിയാതെ ബോൾഡായിരിക്കുന്നതാണ് കേട്ടോ. ദിസ് ഇസ് ഓർഡിനറി k. ഈ k ടൈംസ് u പ്ലസ് വി എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ ഓരോ കമ്പോണൻറ്റും എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഓഫ് ദ ഫോം കെ യു ഐ പ്ലസ് വി ഐ. ആൻഡ് വി നോ ദാറ്റ് അഡീഷൻ multiplication of real numbers is distributive over addition of real numbers. Multiplication is distributive over addition എന്നറിയാം. So k times ui plus vi can be written as kui plus kvi for all I. This is true for every I. Then നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്താൽ we will get this is same as ku plus kv. എല്ലാ ഐകൾക്കും ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് റിയൽ നമ്പേഴ്സിൻ്റെ റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി, ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ആണ്. റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് റൈറ്റ് സൈഡിൽ നിന്നും മൾട്ടിപ്ലിക്കേഷനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. സോ കെ പ്ലസ് എം ടൈംസ് യു ഐ ഇസ് ഈക്വൽ ടു കെ യു ഐ പ്ലസ് എം യു ഐ എന്ന് കിട്ടും. സോ ആ പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് ആക്സിയം 7ഉം 8ഉം ഇവിടെ കിട്ടും. അടുത്തതായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് ഇസ് അസോസിയേറ്റീവ്. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്, കെ ടൈംസ് എം യു ഇസ് ഈക്വൽ ടു കെ എം ടൈംസ് യു. ഈ കെ ടൈംസ് എം യു എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ith ടേം എന്ന് പറയുന്നത് കെ എം യു ഐ എന്നുള്ളതായിരിക്കും. സിൻസ് ദ മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്, വി ക്യാൻ റൈറ്റ് ദിസ് ആസ് കെ എം ടൈംസ് യു ഐ ആൻഡ് ദാറ്റ് ഇംപ്ലൈസ് ദിസ് റിസൾട്ട്. So axiom 9 is okay. Now axiom
10 കിട്ടാനായിട്ട് നമുക്ക് ഇത്രേ അറിയേണ്ട കാര്യമുള്ളൂ. ഏത് റിയൽ നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ we will get that real number itself. So if we multiply sequence u, vector u with 1, we will get vector u itself. So നമ്മളിവിടെ എല്ലാ ആക്സിയംസും വെരിഫൈ ചെയ്തു. So we can say that R infinity is a real vector space. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് വെക്ടർ സ്പേസ് ഓഫ് 2x2 മെട്രിസസ്. മെട്രിക്സ് എന്താണെന്ന് നമുക്കറിയാം. 2x2 മെട്രിസസ് ആണ് നമ്മൾ എടുക്കാൻ പോണത്. ഇവിടെ മെട്രിക്സിലെ ഓരോ എൻട്രിയും ഒരു റിയൽ നമ്പർ ആണ്. അങ്ങനെയാണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. സോ ലെറ്റ് വി ബി ദ സെറ്റ് ഓഫ് 2x2 മെട്രിസസ് വിത്ത് റിയൽ എൻട്രീസ്. ഇവിടെ നമുക്ക് സാധാരണ മെട്രിക്സ് അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും തന്നെയാണ്. സ്കെയിലാർസ് ഒരു മെട്രിക്സിനെ എങ്ങനെ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് നമുക്കറിയാം. ആ യൂഷ്വൽ എടുക്കുന്ന അതേ ഓപ്പറേഷൻസ് തന്നെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതായത് ഇപ്പോൾ യു എന്ന് പറയുന്നത് u11, u12, u21, u22 എന്ന് പറയുന്ന 2x2 മെട്രിക്സും വെക്റ്റർ വി എന്ന് പറയുന്നത് v11, v12, v21, v22 എന്ന് പറയുന്ന 2x2 മെട്രിക്സുമാണെങ്കിൽ വെക്റ്റർ യു പ്ലസ് വെക്റ്റർ വി ഇസ് ഡിഫൈൻഡ് ആസ് u11 പ്ലസ് v11, u12 പ്ലസ് v12, u21 പ്ലസ് v21, u22 പ്ലസ് v22. ഇതാണ് ഓർഡിനറി മെട്രിക്സ് അഡീഷൻ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്ന വെക്ടർ അഡീഷൻ. ഓൾസോ കെ യു സെയിം ആസ് കെ u11, u12, u21, u22 which is same as k u11, k u12, k u21, k u22. സോ ഇവിടെ നമുക്ക് കാണാം യുവും വിയും രണ്ട് 2x2 മെട്രിക്സസ് ആണെങ്കിൽ അവരുടെ സമ്മായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് വേറെ ഒരു 2x2 മെട്രിക്സ് ആണ് വിത്ത് റിയൽ എൻട്രീസ്. ബിക്കോസ് u11ഉം റിയൽ ആണ്, v11ഉം റിയൽ ആണ്, അതുകൊണ്ട് അവരുടെ സമ്മ് റിയൽ നമ്പർ ആണ്. അങ്ങനെ ഈ 4 എൻട്രീസും റിയൽ നമ്പേഴ്സ് ആണ്. സോ ആക്സിയം 1 ഓക്കെയാണ്. നൗ KU11, KU11, KU12, KU21, KU22. This is another 2x2 matrix with the real entries. Therefore axiom 6ഉം ഓക്കെയാണ്. So the set V is closed under addition and scalar multiplication because the foregoing operations produce 2x2 matrices as the end result. So axiom 1 and 6 are verified. ഇനി നമുക്ക് മറ്റുള്ള ആക്സിയംസ് നോക്കണം. വീണ്ടും commutativity and associativity of addition follows from those properties of addition of real numbers. Because ഓരോ പൊസിഷനിലും നമുക്കിപ്പോൾ ഇവിടെ 4 പൊസിഷനാണ് 2x2 മെട്രിക്സ് ആകുമ്പോൾ നമുക്ക് 4 പൊസിഷൻസ് ആണ് ഉള്ളത്. ഈ 4 പൊസിഷനിലും നമുക്കുള്ളവരെല്ലാം റിയൽ നമ്പേഴ്സാണ്. റിയൽ നമ്പേഴ്സിൻ്റെ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. സോ നമുക്ക് ഓരോ പൊസിഷനിലും അവരെ പൊസിഷൻ മാറ്റി എഴുതാൻ പറ്റും. അതുപോലെ തന്നെ അസോസിയേറ്റിവിറ്റി ഉണ്ട് നമുക്ക്. സോ നമുക്ക് ഇവിടുത്തെ മെട്രിക്സുകളുടെ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റീവുമാണ് ബൈ ദ സെയിം പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ ഓഫ് റിയൽ നമ്പേഴ്സ്. അടുത്തതായിട്ട് ഇവിടെ ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടോ? ഈസ് ദർ എ സീറോ വെക്റ്റർ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സീറോ മെട്രിക്സ്. 0 0 0 0 എന്ന് പറയുന്ന 2x2 മെട്രിക്സ് എടുക്കുക. ദിസ് വിൽ സെർവ് ആസ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി. അതുപോലെ ഇഫ് u11, u12, u21, u22 ഈസ് എ 2x2 റിയൽ മെട്രിക്സ്, u11 റിയൽ നമ്പർ ആയതുകൊണ്ട് -u11 റിയൽ നമ്പർ ആണ്, u12 റിയൽ നമ്പർ ആണ്, അതുകൊണ്ട് -u12 റിയൽ നമ്പർ ആണ്. അങ്ങനെ ഈ 4 പൊസിഷനിലും നമുക്കുള്ളവരെല്ലാം റിയൽ നമ്പേഴ്സ് ആണ്. സോ ദിസ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിസസ് വിത്ത് റിയൽ എൻട്രീസ്. ഈ മെട്രിക്സിനെ നമ്മൾ -u എന്ന് ഡിനോട്ട് ചെയ്യുന്നു. സോ we have u plus minus u equal to the zero matrix and it is same as -u plus u. സോ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആക്സിയം 5 വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓക്കെയാണ്. ആക്സിയം 6 നമ്മൾ ഓൾറെഡി വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി നോക്കണം. ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് ഫ്രം ലെഫ്റ്റ് സൈഡ് ആസ് വെൽ ആസ് റൈറ്റ് സൈഡ് will imply ku plus v equal to ku plus kv and k plus m u is equal to ku plus mu. ഇതുപോലെ തന്നെ അസോസിയേറ്റിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റിയൽ നമ്പേഴ്സിൽ നിന്ന് നമുക്ക് kmu ഈക്വൽ ടു km ടൈംസ് u എന്നും കാണിക്കാൻ പറ്റും.
അതുപോലെ if you multiply every element of a 2x2 matrix with 1, you will get the same matrix. So 1 is the identity of multiplication of real numbers, so that we will get 1 times u is equal to u itself. ഇവിടുത്തെ 1 vector 1 അല്ല, this is ordinary 1. Now നേരത്തെ നമ്മൾ പറഞ്ഞത് 2x2 മെട്രിക്സസ് ആണ്. 2x2 മെട്രിക്സസിൽ യൂഷ്വൽ മെട്രിക്സ് അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊരു റിയൽ വെക്റ്റർ സ്പേസ് ആണെന്ന് കിട്ടി. ഇനി അതിനെ നമ്മളൊന്ന് ജനറലൈസ് ചെയ്യാണ്. 2x2 വേണമെന്ന് നിർബന്ധമില്ല. ടേക്ക് ഓൾ ദ മെട്രിസസ് ഓഫ് ദ സൈസ് m/n വിത്ത് m rows ആൻഡ് n columns. മെട്രിസസ് വിത്ത് m rows ആൻഡ് n columns whose entries are from real numbers. This will form a real vector space. അപ്പോൾ നമുക്കിവിടെ V എന്ന് പറയുന്നത് set of all m/n matrices with real entries. Usual operation of matrix addition and scalar multiplication ആണ് നമ്മൾ എടുക്കുന്നത്. സോ ഇവരുടെ അഡീഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് കമ്പോണൻറ്റ് വൈസ് അഡീഷൻ, u11 plus v11, u12 plus v12, എക്സെട്ര u1n plus v1n ആൻഡ് സോ ഓൺ. ഈ രീതിയിലാണ് നമ്മൾ മെട്രിക്സ് അഡീഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓരോ എൻട്രിയെയും k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദിസ് ഈസ് അവർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. സോ കഴിഞ്ഞ എക്സാമ്പിളിലേതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. വിത്ത് ദിസ് അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ, ദിസ് ഈസ് ഓൾസോ എ റിയൽ വെക്റ്റർ സ്പേസ്. ഈ വെക്റ്റർ സ്പേസിനെ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് m(n) എന്നാണ്. സോ നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ 2x2 മെട്രിസസ് ആയിരുന്നു. സോ m2x2, ഇവിടെ m/n ഇങ്ങനെ ഇടണമെങ്കിൽ ഇടാം, mn എഴുതിയാലും മതി. നൗ അടുത്ത എക്സാമ്പിളിലേക്ക് കടക്കുകയാണ് നമ്മൾ. നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് ദ വെക്റ്റർ സ്പേസ് ഓഫ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ്. സോ നമ്മൾ എടുക്കുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് വിച്ച് ഇസ് ഡിഫൈൻഡ് ഹൂസ് ഡൊമെയിൻ ഇസ് -∞, അതായത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്ന്. സോ ഹിയർ വി ഈസ് സെറ്റ് ഓഫ് ഓൾ എഫ് ഫങ്ഷൻ ഫ്രം ഓപ്പൺ ഇൻറ്റർവൽ -∞ ടു ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഇങ്ങനെയുള്ള എല്ലാ ഫങ്ഷൻസും നമ്മളിവിടെ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സെറ്റ് ആരാണെന്ന് മനസ്സിലായി. എവരി എലമെൻറ്റ് ഓഫ് ദിസ് കളക്ഷൻ ഈസ് എ ഫങ്ഷൻ. സോ നമുക്കിനി വെക്റ്റർ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്യണം. ഇഫ് വെക്റ്റർ എഫ് ഈസ് ദ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ആൻഡ് വെക്റ്റർ ജി ഈസ് ദ ഫങ്ഷൻ ജി ഓഫ് എക്സ് ആർ ടു ഫങ്ഷൻസ് ഇൻ വി, ആൻഡ് ഇഫ് കെ ഈസ് എനി സ്കെയിലാർ, we define operations of addition and scalar multiplication by f plus g of x is equal to f of x plus g of x, point wise addition. K f of x is equal to k times f of x. ഇങ്ങനെയാണ് നമ്മളിവിടെ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്, ഈ എഫ് പ്ലസ് ജി എന്ന് പറയുന്നതും കെ എഫ് എന്ന് പറയുന്നതും -∞ വേറെ രണ്ട് ഫങ്ഷൻസ് ആണ്. സോ ആക്സിയം 1ഉം 6ഉം ഹോൾഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഓരോ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടും എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും റിയൽ നമ്പേഴ്സാണ്. ആൻഡ് അഡീഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് ഇസ് കമ്മ്യൂട്ടേറ്റീവ് ആസ് വെൽ ആസ് അസോസിയേറ്റീവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫങ്ഷൻസിൻ്റെ അഡീഷനും കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റീവുമാണ്. കമ്മ്യൂട്ടേറ്റിവിറ്റി ആൻഡ് അസോസിയേറ്റിവിറ്റി ഓഫ് അഡീഷൻ ഫോളോസ് ഫ്രം ദോസ് പ്രോപ്പർട്ടീസ് ഓഫ് റിയൽ നമ്പേഴ്സ്, since f of x and g of x are real numbers for each x element of open interval -∞. ഇതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ 0 എല്ലാ ഫങ്ഷൻസും നമ്മൾ എടുക്കുന്നുണ്ട്. -∞ നിന്ന് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിലേക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ തരം ഫങ്ഷൻസും നമ്മൾ എടുക്കുന്നുണ്ട്. സോ ഇഫ് വി ടേക്ക് ദ കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ 0, ദിസ് വിൽ സെർവ് ആസ് അഡിക്റ്റീവ് ഐഡൻറ്റിറ്റി, ബിക്കോസ് നമ്മൾ കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ 0 ഏത് ഫംഗ്ഷൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ദാറ്റ് വിൽ നോട്ട് മേക്ക് എനി ചേഞ്ച്. അടുത്തതായിട്ട് എഫ് ഓഫ് എക്സ് ഒരു റിയൽ നമ്പർ ആണെങ്കിൽ -f of x എന്ന് പറയുന്നത് മറ്റൊരു റിയൽ നമ്പറാണ്.
So for each f element of V, there exists a minus f element of V, which is defined as minus f of x is equal to minus of f of x. ഓക്കെ, മാത്രമല്ല ഇവരുടെ രണ്ടുപേരുടെയും സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 ആണ് കിട്ടുകയും ചെയ്യാം, 0 ഫംഗ്ഷൻ കിട്ടുകയും ചെയ്യും. ഇങ്ങനെ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക, മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ്, ബിക്കോസ് ഹിയർ എഫ് ഓഫ് എക്സ് ഈസ് എ റിയൽ നമ്പർ. ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സിനെയാണ് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണത്. ഇവിടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ഫംഗ്ഷൻ നമ്മൾ എക്സിൽ അപ്ലൈ ചെയ്യാണ്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സോ ഇതാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് കരുതുക. ആൻഡ് ദിസ് ഈസ് ജി ഓഫ് എക്സ്. ദെൻ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അതുപോലെ എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് ഇതാണെന്ന് വിചാരിക്കുക. സപ്പോസ് കെ ഈസ് പോസിറ്റീവ്, അങ്ങനെയാണെങ്കിൽ കെ ടൈംസ് എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് ഇവിടെയാണ് ഉണ്ടാവുക. മൈനസ് കെ, അതായത് കെ നെഗറ്റീവ് ആണെങ്കിൽ ഇതിപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഫിഗർ പ്രകാരം എക്സ് ആക്സിസിൻ്റെ താഴെ ആയിരിക്കും ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഉണ്ടാവുക. പിന്നെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇതാണെങ്കിൽ അതിൻ്റെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ആക്സിസിലുള്ള ഒരു റിഫ്ലക്ഷൻ പോലെയാണ് മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് ഉണ്ടാവുക. ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 ഫംഗ്ഷൻ കിട്ടുകയും ചെയ്യും. ജോമെട്രിക്കലായിട്ട് ഈ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ഡിഫൈൻ ചെയ്യാൻ അസോസിയേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രോപ്പർട്ടീസ് നോക്കാനുണ്ട്. എഫ് ഓഫ് എക്സ് ഈസ് എ റിയൽ നമ്പർ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് ഇസ് അസോസിയേറ്റീവ്. ദർഫോർ കെ എം ടൈംസ് എഫ് ഇസ് ഈക്വൽ ടു കെ ടൈംസ് എം എഫ് ഇസ് ഈക്വൽ ടു കെ എം ടൈംസ് എഫ്. അതുപോലെ എഫ് ഓഫ് എക്സ് ഈസ് എ റിയൽ നമ്പർ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് ഇസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ ഫ്രം ലെഫ്റ്റ് ആസ് വെൽ ആസ് റൈറ്റ്. സോ വി ഗെറ്റ് k times f plus g equal to kf plus kg, as well as k plus m times f is equal to kf plus mf. And 1 is the identity of multiplication of real numbers, so that we have 1 times f is equal to f itself. വീണ്ടും ഇവിടുത്തെ 1, this is actually not a bold one. സിംപ്ലി സാധാരണ 1 കൊണ്ട് നമ്മൾ എഫ് എന്ന് പറയുന്ന വെക്റ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണു. വി വിൽ ഗെറ്റ് വെക്റ്റർ എഫ് ഇറ്റ് സെൽഫ്. സോ വെക്റ്റർ സ്പേസിൻ്റെ എല്ലാ ആക്സിയംസും ഈ കേസിലും വെരിഫൈഡ് ആണ്. സോ ഇഫ് വി ടേക്ക് വി ആസ് ദ സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ഹൂസ് ഡൊമൈൻ ഇസ് -∞, ദാറ്റ് ഇസ് എ റിയൽ വെക്റ്റർ സ്പേസ്. ഇനി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സാമ്പിൾസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.